ഉർവശിയുടെ അഭിനയ മികവിനെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. സാക്ഷാൽ കമൽഹാസനെ പോലും അത്ഭുതപ്പെടുത്തിയ അഭിനയ മികവ് കാഴ്ചവെച്ച നടിയാണ്. തമിഴിലും മലയാളത്തിലും അനശ്വരമായ നിരവധി കഥാപാത്രങ്ങൾ, സൂപ്പർ ഹിറ്റുകളും പുരസ്കാരങ്ങളും ഉർവശിയെ തേടി വന്നു. അഭിനയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്നത് ആളാണ് ഉർവശി. നാടക കലാകാരന്മാരായ ചവറ വി നായരുടെയും വിജയലക്ഷ്മിയുടെ മകൾ സഹോദരിമാരായ കൽപ്പനയുടെയും കലാരഞ്ജനയ്ക്കും എത്രയോ മുകളിലായിരുന്നു കരിയറിൽ ഉർവശിയുടെ താരമൂല്യം. എന്നാൽ അഭിനയ മികവിൽ ഉർവശിയേക്കാൾ മികവ് സഹോദരിമാർക്കാണെന്ന തോന്നൽ ഇന്ന് പ്രേക്ഷകർക്കുണ്ട്. പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തപ്പോഴും ഒരു സിനിമയിൽ കൽപ്പനയുടെ അഭിനയം ഓവറായി എന്ന് പ്രേക്ഷകർ പറഞ്ഞിട്ടില്ല. ഡയലോഗ് ഡെലിവറിയിൽ വലിയ മികവ് കൽപ്പന കാണിച്ചു. സീരിയസ് റോളിലേക്ക് മാറുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിൽ ആഴത്തിൽ തൊടുന്ന നിമിഷങ്ങൾ നൽകി. എന്നാൽ ഉർവശിക്ക് ചില സിനിമയിലെങ്കിലും കോമഡി പാളിയിട്ടുണ്ട്. മധുചന്ദ്രലേഖ, ബെസ്റ്റ് ഓഫ് ലക്ക് തുടങ്ങിയ സിനിമകൾ ഇതിന് ഉദാഹരണമാണ്. ഒടുവിൽ പുറത്തിറങ്ങിയ പരിമളം ആൻഡ് കോ എന്ന സിനിമയിൽ ഉർവശിയുടെ അഭിനയത്തോടും പ്രേക്ഷകർക്ക് വലിയ മതിപ്പ് തോന്നുന്നില്ല. മുഖം കൊണ്ടുള്ള ഗോഷ്ഠികളായി തോന്നുന്നു എന്നാണ് റിവ്യൂവർ അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള റിവ്യൂവർമാർ പറയുന്നത്. ഉർവശിയുടെ ചേച്ചി കലാരഞ്ജനി മോഹിനിയാട്ടം എന്ന സിനിമയിലൂടെ പ്രേക്ഷകരുടെ കയ്യടി നേടുമ്പോഴാണ് ഉർവശിക്കുള്ള വിമർശനം. അവസരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിൽ ഉർവശിക്ക് മുകളിൽ പോകേണ്ട ആളാണ് കലാരഞ്ജനി എന്ന് പൊതുവെ അഭിപ്രായമുണ്ട്. കലാരഞ്ജനിക്ക് വേണ്ടി കാലം തീരുമാനിച്ചു വെച്ച സമയം ഇതായിരുന്നു എന്ന് ചിത്രം കണ്ട 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മനസ്സ് വിസ്മയപ്പെടുത്തുന്നു. മികച്ച കലാകാരിയായ ഉർവശിക്കും കൽപ്പനയ്ക്കും 3 പതിറ്റാണ്ട് കാലം മലയാള സിനിമ അടക്കി വാണപ്പോഴും ഇവർ താരതമ്യേന നിശബ്ദമായിരുന്നു. കലാരഞ്ജനിയുടെ സരസ്വതിയമ്മയ്ക്ക് അവരുടെ അടഞ്ഞ ശബ്ദം പോലും വലിയ അനുഗ്രഹമായി മാറുകയായിരുന്നു. തേങ്ങാമുറിയും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരൊറ്റ സീൻ മതി അഭിനയത്തിൽ ഉർവശിയുടെ ചേച്ചിയാണ് എന്ന് തലകുലുക്കി സമ്മതിക്കാൻ. കുന്തിരിക്കം പുകച്ചു നടക്കുന്ന സീനൊക്കെ ഓർമ്മയിൽ കൂടി ചിരി ഉണർത്തുന്നു. കലാരഞ്ജനി തന്റെ ചിത്രത്തിലെ ഹൈലൈറ്റ്. എന്തൊരു കുസൃതിയാണോടെ നോക്കിലും ചലനത്തിലും എന്ന് മോഹിനിയാട്ടം കണ്ട എഴുത്തുകുട്ടി ശാരദക്കുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു.